ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചീറ്റ് മീൽ സെഷൻ ആയിരിക്കും. അപ്പം ഡയറ്റ് എടുത്ത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ബഡ്സൊക്കെ ഇതായിട്ടിരിക്കുക. അപ്പം ഞാനൊരു ഫുഡിയാണ്. അപ്പോൾ ഒരു ഫുഡിയുടെ ലൈഫിൽ ഡയറ്റും കാര്യങ്ങളും മാത്രമായി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ സാലറി കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ്. സാലറി കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ വല്ലപ്പോഴും ഇങ്ങനത്തുള്ള എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഞാനിന്ന് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ഒരു സാലറി ഡേ ആണ്. സാലറി ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മീല് ഒരു നേരത്തേക്ക് മാത്രം ഞാൻ കഴിക്കാറുണ്ട്. ചീറ്റ് ഡേ ആയിട്ട് ഞാൻ വെക്കാറില്ല, ഒരു ചീറ്റ് മീൽ. അത് ഞാൻ ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിക്കാറ്. സോ അപ്പോൾ ഇന്നെനിക്ക് ഒരു പ്രത്യേകം സാധാരണ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതൽ മീറ്റ് ഐറ്റംസാണ് കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഫ്ലേവർ വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ വന്നേക്കുന്നത് ഒരു റേമൻ സ്പോട്ടിലാണ്. സോ ആൻറ്റീസ് ഫങ്സ് എന്ന് പറയുന്ന ചൈനീസാണെന്ന് തോന്നുന്നു. സോ ആൻറ്റീസ് ഫങ്സ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഏഷ്യൻ സ്ട്രീറ്റ് ഫുഡെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കൊറിയൻ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ചെറിയ സ്പേസാണ്. ഇത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല. ചെറിയ സ്പേസ് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഞാനിത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡൈനിങ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഞാൻ ഡൈനിങ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഓർഡർ കൊടുത്തു. ഞാൻ സൂഷി ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ സൂഷി ഇല്ല. സൂഷി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. അപ്പം സൂഷി കഴിക്കാൻ പറ്റില്ല. നമ്മൾ സൂഷി കഴിക്കുന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും പോയി സൂഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. കാരണം ഇങ്ങനത്തുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് വല്ലപ്പോഴും ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ ആയതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഡയറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഫുഡ് എക്സ്പ്ലോറേഷൻ എനിക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ പിന്നെയും ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് ചാൻസ് ഉണ്ട് ഇറങ്ങാനുള്ള. കോമ്പറ്റീഷൻ ഒന്നും തീരുമാനമായിട്ടില്ല. കോമ്പറ്റീഷൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. ഞാനിങ്ങനെ സ്പോൺസേഴ്സൊന്നും ആയിട്ടില്ല. കുറച്ച് നല്ല രീതിയിലുള്ള ചിലവുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനെ നോക്കി. പക്ഷേ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ എന്തായാലും ആവാം. അപ്പോൾ എന്തായാലും ഒരു ചീറ്റ് ഡേ സെഷനാണ്. അപ്പം ഞാൻ എങ്ങനെ ചീറ്റ് മീൽ സെലക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ബാവ് എന്ന് പറയുന്നൊരു സാധനമാണ്, കൊറിയൻ ബാവ്. അപ്പം അതൊരു ബ്രെഡ് കണക്കൊരു സാധനമാണ്. അതിനകത്ത് സ്റ്റഫിങ്സ് വരും. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നുള്ളത് രാമനാണ്. രാമൻ അവരുടെ ടെരിയാക്കി രാമൻ, ചിക്കൻ രാമനാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അവർ അത്യാവശ്യം കാലറീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി എളുപ്പമാണ്. സോ ഇത് അൺഹെൽത്തി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി അത്ര അൺഹെൽത്തി അല്ല. കാരണം ചൈനീസ് ഐറ്റംസ് ആണ്. ഒരുപാട് ഓയിൽസ് ഒന്നും വരത്തില്ല. അവർ കൂടുതലും സ്റ്റോക്ക്, ചിക്കൻ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വരത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. ചെറിയൊരു സ്പേസാണ്, വലിയ ആളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം അവിടെ 2-3 പേര് കഴിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ സമാധാനമായിട്ട് ഇന്ന് കഴിക്കാം. സോ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൊറിയൻ ബാവ്. ബാവ് എന്ന് പറയുന്നത് ഈ ബ്രെഡിനെയാണ്. അപ്പോൾ ഇതും സ്റ്റീംഡാണ്. അകത്ത് വെജിറ്റബിൾസും ചിക്കനൊക്കെയാണ് തോന്നുന്നത്. അകത്ത് വെജിറ്റബിൾസും ചിക്കനൊക്കെയാണ്. സോ ആൻഡ് ദിസ് ഈസ് മൈ റാമൻ. അപ്പം ഇതും അത്യാവശ്യം ചിക്കൻ സ്റ്റോക്കും ബ്രോത്തും ഒക്കെയാണ്. അധികം ഓയിലൊന്നും വരുന്നില്ല. അപ്പം ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതൊരു ചീറ്റ് മീലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ let's try it out. So guys, സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമേ ബാവ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വെറുതെ പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറഞ്ഞില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ബണ്ണ് സോഫ്റ്റാണ്. ചിക്കനും ആ സോസും കൂടി ആകുമ്പോഴത്തേക്കും രക്ഷയില്ല.
ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്, ആദ്യമായിട്ട് കഴിക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ്. തിൻ സ്ലൈസസ് ഓഫ് ചിക്കൻ. സംഭവം ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്, ഫുള്ള് വെജീസുമാണ്. അപ്പം അധികം റിഗ്രറ്റ് ഇല്ലാതെ ചീറ്റ് മീൽ അടിക്കാൻ പറ്റും. സോ ക്യാമറ സ്റ്റാൻഡ് എനിക്ക് കറക്റ്റ് ഹൈറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചേക്കുക. ക്യാമറ സ്റ്റാൻഡ് എനിക്ക് അത്ര ഹൈറ്റായിട്ട് തോന്നുന്നില്ല, നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് പകുതി കാണാൻ പറ്റത്തുള്ളൂ, എന്നാലൊന്നും കുഴപ്പമില്ല. ഇതാണ് ബൗ, രാമൻ യൂസ് എടുക്കാൻ പറ്റുന്നില്ല. സോ ഇതാണ് സാധനം. ഇതിനകത്ത് അത്യാവശ്യം നല്ല വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണം കൂടിയാണ്. സാലറി വരുമ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ ഇതാണ് കുറച്ച് കഴിക്കാറുണ്ട്. ഞാൻ കൂടി സ്ട്രിക്റ്റ് ഡയറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതും കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഇനി അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ കഴിക്കാൻ പോകുന്നത്. മെയിൻ ഐറ്റം റാമ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിക്കനുണ്ട്, എഗ്, വെജീസ്, മഷ്റൂം, പിന്നെ പേരറിഞ്ഞൂടാത്ത കുറേ ഇലകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്ഥിരം കഴിക്കാറുള്ള ഫുഡിനകത്ത് റൈസ് നൂഡിൽസ് മാത്രമുണ്ട് എക്സ്ട്രാ ആയിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എഗ്ഗിന് സ്റ്റാർട്ട് ചെയ്യാം. എഗ്ഗിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പക്ഷേ ഇതിൻ്റെ ബ്രോത്ത് ആയിരിക്കും മിക്കവാറും ടേസ്റ്റ് ഉണ്ടായിരിക്കാം. ബ്രോത്ത് ഒന്ന് കുടിച്ചു നോക്കാം. യെസ്, ബ്രോത്ത് ഒരുപാട് ബ്ലാൻഡ് അല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ ഒരു രാമൻ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അപ്പം ഇതാണ് ഞാൻ ചോപ്സ്റ്റിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ചോപ്സ്റ്റിക്ക് ഇല്ല വരെ. നൂഡിൽസ് കഴിക്കുന്നതാണ് കഴിക്കുക. പിന്നെ അതൊരു ചിക്കന് ഒരു പ്രത്യേക ഫ്ലേവർ.
എന്തോ ഒരു അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ കേട്ടോ. ഇതിനകത്ത് റൈസ് നൂഡിൽസ് ഉണ്ട്, ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിനകത്ത്, ബ്രോത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ ക്യാരറ്റ്സ് ഇതൊക്കെ സോർട്ടഡാണ് വെജിറ്റബിൾസിനകത്ത്, ബ്രോക്കലി, ബീൻസ്, ക്യാബേജ്, ബേബി കോൺ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഐറ്റംസ്. അപ്പോൾ ഇതൊരു ചീപ്പ് മീലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ എൻജോയിങ് ദാറ്റ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി ക്ഷമയില്ല, ഞാൻ പോയി ഇത് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്ത് തീർത്ത്, അതിനകത്ത് കുറച്ച് സൂപ്പും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം സൂപ്പ് കുടിച്ച് വയറിറക്കാൻ വയ്യ. അവർക്ക് ഡെസേർട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എനിക്കത് ഇവിടെ അധികം കച്ചവടം ഇല്ല. അപ്പോൾ എന്തായാലും ആ ബാവു അടിപൊളിയായിരുന്നു, ബാവു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇത് എനിക്ക് കുറച്ച് ഫ്ലേവർ കുറഞ്ഞാണൊക്കെ തോന്നി, പക്ഷേ ആ ടെറിയാക്കി സോസിൻ്റെ ഫ്ലേവറുണ്ട്, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പം എന്തായാലും എനിക്ക് എത്ര രൂപ നോക്കട്ടെ, ബില്ലും കൂടി നോക്കിയിട്ട് ഇവിടെ ഇറങ്ങാം. ഡെസേർട്ട് കഴിക്കാൻ പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഡെസേർട്ട് കഴിക്കാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ചെറിയതായിട്ട് സ്വീറ്റായിട്ട് കഴിക്കണമെന്നുണ്ട്. ഷുഗർ കട്ടാണ്, നമുക്ക് നോക്കാം. അപ്പോൾ 634 രൂപയാണ് എനിക്ക് ആയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും രാമനൊക്കെ കഴിക്കാൻ എല്ലാം സൈഡിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കടയിലോട്ട് വന്നോ. എൻ്റെ പേരാണ് ആൻഡീസ് വെജ്, ആൻഡീസ് ഫൺസ്. സോ ചൈനീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സോ സംഭവം ഓക്കെ ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത്രയും നാളും ഫ്ലേവർ ഇല്ലാത്ത ഡയറ്റ് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരുപാട് സോസി അല്ല, എന്നാലും കുറച്ചും കൂടി ഒരു ഉമാമി ഫ്ലേവറും ചൈനീസ് ഫ്ലേവറും ഒക്കെ നാക്കി തട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയി. ഡെസേർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ. പക്ഷേ ഡെസേർട്ട്സ് കഴിക്കാൻ ഇനി ഇവിടെ സ്പോർട്സ് വല്ലതും തപ്പി പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ, വല്ലതും കാണുമെന്നെങ്കിൽ കഴിക്കാം. പക്ഷേ ഇതിന് ശേഷം ഇനിയൊരു കഴിപ്പ്, ഇങ്ങനത്തെ ഒരു കഴിപ്പ് ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഡയറ്റിലായത്. സോ ഡയറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇപ്പം കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. മാക്സിമം വീട്ടിൽ എൻ്റെ കാലറി ഇൻടേക്ക് കൂടുതലാണ്, പക്ഷേ കൺട്രോൾ ചെയ്താണ് ഫുഡ് കഴിക്കുന്നത്. പുറത്തുനിന്നുള്ളത് മാക്സിമം ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ സാലറി ഡേ അല്ലേ, നമുക്ക് എന്തെങ്കിലും സാലറി കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് റിവാർഡിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. സോ വല്ലപ്പോഴൊക്കെ അല്ലേ ഇത് കിട്ടും. ഇത്രയും കഷ്ടപ്പെട്ട് മാസങ്ങളൊന്നും വർക്ക് ചെയ്തിട്ട് സാലറി കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. സോ ഇനി കോമ്പറ്റീഷൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോക്കകത്ത് വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. വീഡിയോ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.